രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സാമ്പത്തിക സംവിധാനങ്ങളെ വെല്ലുവിളിച്ച ബി.ജെ.പിയുടെ നയങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലൂടെ സാധുത നൽകിയവരെല്ലാം പിന്നീട് പ്രതിഫല സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നത് സാധാരണക്കാർക്ക് നിരാശ നൽകുന്നതാണ്. ജനേകം എഡിറ്റോറിയലിലൂടെ ജനാധിപത്യ സംവിധാനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുമ്പോഴും രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് പ്രതീക്ഷയായി നിലകൊള്ളുന്നതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും ന്യായാധിപന്മാരും. ചില പൊരുത്തക്കേടുകളും പുഴുക്കുത്തുകളും അവിടെയും ദൃശ്യമാണെങ്കിലും ആ പ്രതീക്ഷ ഇപ്പോഴും ജനം വെച്ചു പുലർത്തുന്നുണ്ട്. ചില വിധിയെഴുത്തുകളും നിലപാടുകളും ആ വിശ്വാസങ്ങളെ നിലനിർത്തുന്നതിന് സഹായകവുമാണ്. പക്ഷേ ഫാസിസ്റ്റ് ഭരണകാലത്ത് എല്ലാം ജീർണിച്ചു പോകുമെന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്നത് പോലെ നാം പ്രതീക്ഷിക്കാത്ത ചില സന്ദേശങ്ങൾ ന്യായാധിപന്മാരിൽ നിന്നുണ്ടാകുന്നു എന്നത് ഭയപ്പെടുത്തുന്നതാണ്. അടുത്തടുത്ത ദിവസങ്ങളിൽ ആ ഭയപ്പാട് വർദ്ധിപ്പിക്കുന്ന 2 നിയമനങ്ങൾ രാജ്യത്തുണ്ടായി. ഗ്യാൻവാബി മസ്ജിദിന്റെ താഴത്തെ നിലയിലെ 1993 അടച്ചിട്ട നിലവറ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ തുറന്നു നൽകുന്നതിനുള്ള വിധി പ്രസ്താവന നടത്തിയ ജഡ്ജി അജയ് കൃഷ്ണ വിശ്വേശയെ ഉത്തർപ്രദേശിലെ സർവകലാശാലയിൽ ഓംബുഡ്സ്മാനായി നിയമിച്ചതാണ് അതിലൊന്ന്. സുപ്രീം കോടതി മുൻ ജഡ്ജി എം ഖാൻവിൽക്കറെ ലോക്പാൽ ചെയർപേഴ്സണായി നിയമിച്ച രാഷ്ട്രപതിയുടെ നടപടിയാണ് മറ്റൊന്ന്. ബി.ജെ.പിക്കും അവരുടെ തീവ്ര വലതുപക്ഷ ഭരണ നിലപാടുകൾക്കും അനുകൂലമായ വിധി പ്രസ്താവന നടത്തിയവരെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ച നടപടി നേരത്തെയും ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് നടക്കാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ശക്തമായ പ്രചാരണ ആയുധമാകുമെന്ന് കരുതപ്പെടുന്ന രാമക്ഷേത്ര നിർമ്മാണത്തിന് വഴിയൊരുക്കിയ വിചിത്ര വിധിയായിരുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ മായാത്ത കളങ്കമുണ്ടാക്കിയതായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത സംഭവം. അതിന് മുന്നോടിയായി അരങ്ങൊരുക്കിയ വിദ്വേഷത്തിന്റെയും കലാപത്തിന്റെയും ചോരപ്പുഴയുടെയും കലുഷിത അന്തരീക്ഷം ലോകത്തിനു മുന്നിൽ രാജ്യത്തെ നാണം കെടുത്തുകയും ചെയ്തു. നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളും ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങളും പോലും ചോദ്യം ചെയ്യപ്പെട്ട മസ്ജിദ് തകർക്കൽ കുറ്റകൃത്യമായി നിർവചിക്കുകയും അതേസമയം പ്രസ്തുത സ്ഥലം അതേ കുറ്റവാളികൾക്ക് നൽകുകയും ചെയ്ത വിധിയാണ് വിഷയം പരിഗണിച്ച ഭരണഘടനാ ബെഞ്ചിൽ നിന്നുണ്ടായത്. പ്രസ്തുത ബെഞ്ചിന് നേതൃത്വം നൽകിയ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വിരമിച്ചപ്പോൾ ബി.ജെ.പിയുടെ നാമനിർദ്ദേശത്തിൽ രാജ്യസഭാംഗമായ നീതിന്യായ വ്യവസ്ഥയെ നാണം കെടുത്തി. പ്രസ്തുത ബെഞ്ചിലെ മറ്റംഗങ്ങളായിരുന്നവരിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ്, S.A. ബോബ്ഡെ എന്നിവരൊഴികെ എല്ലാവരും ബി.ജെ.പി. സർക്കാർ വെച്ചു നീട്ടിയ ഉന്നത പദവികൾ സ്വീകരിച്ചു. ജസ്റ്റിസ് അശോക് ഭൂഷൺ 2021 ജൂലൈയിൽ വിരമിച്ച് 4 മാസങ്ങൾക്ക് ശേഷം നവംബറിൽ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സണായി. ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ കഴിഞ്ഞ വർഷം ജനുവരിയിൽ വിരമിക്കുകയും 1 മാസത്തിനു ശേഷം ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ ആവുകയും ചെയ്തു. വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് കേന്ദ്ര സർക്കാരിന്റെ 2016 നോട്ട് നിരോധനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിലും ജസ്റ്റിസ് നസീർ അനുകൂല വിധി പ്രസ്താവിച്ചിരുന്നു. ജസ്റ്റിസ് S.A. ബോബ്ഡെ പിന്നീട് ചീഫ് ജസ്റ്റിസ് ആയാണ് വിരമിച്ചത്. ഉന്നത പദവികൾ ലഭിച്ചില്ലെങ്കിലും അദ്ദേഹം മഹാരാഷ്ട്ര സർക്കാരിന് കീഴിൽ മുംബൈയിലെ മഹാരാഷ്ട്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, നാഗ്പൂരിലെ മഹാരാഷ്ട്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റി എന്നിവിടെ ചാൻസലറായി. രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സാമ്പത്തിക സംവിധാനങ്ങളെ വെല്ലുവിളിച്ച ബി.ജെ.പിയുടെ നയങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലൂടെ സാധുത നൽകിയവരെല്ലാം ഇതുപോലെ പിന്നീട് പ്രതിഫല സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നത് സാധാരണക്കാർക്ക് നിരാശ നൽകുന്നതാണ്. ഇതിന്റെ എല്ലാം ഒടുവിലാണ് ഇപ്പോൾ മുൻ ജഡ്ജിമാരായ അജയ് കൃഷ്ണ വിശ്വേശയും എം ഖാൻവിൽക്കറും ഉന്നത സ്ഥാനങ്ങളിൽ നിയമിതരായിരിക്കുന്നത്. വിരമിക്കുന്ന ദിവസമായ കഴിഞ്ഞ ജനുവരി 31 വിശ്വേശ്വര മസ്ജിദിന്റെ താഴത്തെ നിലവറ ആരാധനയ്ക്കായി ഹിന്ദുക്കൾക്ക് കൈമാറി വിധി പറഞ്ഞത്. 1 മാസം തികയുന്നതിന് മുൻപ് ഫെബ്രുവരി 27 ലക്നൌവിലെ സർക്കാർ സർവകലാശാലയായ ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷത്തേക്ക് വിശ്വേശയെ ലോക്പാലായാണ് ആദിത്യനാഥ് സർക്കാർ നിയമിച്ചിരിക്കുന്നത്. 2021 ഏപ്രിലിൽ ബാബറി മസ്ജിദ് തകർത്ത കേസിലെ 32 പ്രതികളെ വെറുതെ വിട്ട ജില്ലാ ജഡ്ജി സുരേന്ദ്രകുമാർ യാദവിനെ വിരമിച്ച് 7 മാസത്തിനുള്ളിൽ ആദിത്യനാഥ് സർക്കാർ ഉത്തർപ്രദേശ് ഡെപ്യൂട്ടി ലോകായുക്തയായി നിയമിച്ചിരുന്നു. വിരമിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ പ്രവൃത്തി ദിനത്തിലായിരുന്നു സുരേന്ദ്രകുമാറും വിധി പ്രസ്താവന നടത്തിയത്. ഗുജറാത്ത് കലാപത്തിലെ ഇരയായ സാഗ്യ ജാഫ്രി നൽകിയ ഹർജി തള്ളിയതും വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം, UAPA, സ്വവർഗ ലൈംഗികത, ആധാർ നിയമപരമാക്കൽ, ശബരിമല, സ്ത്രീ പ്രവേശനം തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ന്യായീകരിച്ച് വിധികൾ പുറപ്പെടുവിച്ചതും ഖാൻവിൽക്കർ ആയിരുന്നു. തുടർച്ചയായുള്ള ഇത്തരം നിയമനങ്ങളിലൂടെ ന്യായാധിപരെ സ്വാധീനിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുക എന്നത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് നാണക്കേടായി തോന്നണം എന്നില്ല. പക്ഷേ നീതിന്യായ വ്യവസ്ഥയോട് വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കുന്ന ന്യായാധിപന്മാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദേശമാണ് അത് സമൂഹത്തിന് നൽകുന്നത്. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണാം. നമസ്കാരം.